മെഡിക്കൽ കോളേജിലെ 32nd ബാച്ചാണ്. അത് കഴിഞ്ഞ് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ നിന്നാണ് MPH എടുത്തിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഡോക്ടർ ജിതേഷ്. ഡോക്ടർ ജിതേഷിനെ ഈ കാലിക പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ജിതേഷ്. താങ്ക് യു ഡോക്ടർ ടിയൻ, ഡോക്ടർ വിജയകൃഷ്ണൻ, മറ്റ് KGMOA നേതാക്കളെ, അംഗങ്ങളെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ വളരെ ചുരുക്കി വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഉദാഹരണത്തിന് വൈറസിന്റെ ഫാമിലിയും അത് ആ തരത്തിൽ സാധാരണ പോകുന്ന എപ്പിഡമിയോളജിയുടെ ഡെപ്തിലേക്കോ വൈറോളജിയുടെ ഡെപ്തിലേക്കോ ഒന്നും തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇത് നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സിന് പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ പറയേണ്ടി വരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ ഇതിന്റെ ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മള് ഡോക്ടർ സന്ദീപിന്റെ പ്രസന്റേഷന്റെ ടൈറ്റിൽ പോലെ തന്നെ നമ്മൾ പേടിക്കുകയും ചെയ്യരുത്, മറ്റുള്ളവരെ പേടിപ്പിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ മുമ്പ് 2018 സമയത്ത് ഡോക്ടർ റാവുസും ഞാനും കൂടെ പേരാമ്പ്ര പോകാൻ തീരുമാനിക്കുന്നത് തന്നെ അവിടെയുള്ള മെഡിക്കൽ ഓഫീസേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയുള്ള ആളുകളെ ബസ്സിൽ കയറ്റാതിരിക്കുക, നമ്മുടെ സ്റ്റാഫിനെ പോലും ബസ്സിൽ കയറ്റാതിരിക്കുക, ഓട്ടോ കൈ കാണിക്കുമ്പോൾ ഓട്ടോ വളച്ച് പോയി കളയുക, ഇത്തരത്തിലുള്ള വളരെ ഒരു മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഇത് ഡിസീസ് പ്രോഗ്രസ് ചെയ്ത ഒരു സ്റ്റേജിൽ വളരെ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ആളുകളിലേക്ക് മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും അതിന്റെ ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കോവിഡ് പോലെ ഒരു പാൻഡമിക് ആവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു ഡിസീസാണിത്. വളരെ ലോക്കൽ ആയിട്ടുള്ള സ്പ്രെഡ്, സ്മോൾ നമ്പേഴ്സിൽ, ആവറേജ് 14 to 15, ഏറ്റവും ആദ്യത്തെ ഔട്ട്ബ്രേക്ക് കഴിഞ്ഞാൽ ആവറേജ് ഒരു 14 to 15 കേസസ് പെർ ഔട്ട്ബ്രേക്ക് മാത്രമുള്ള, അത്രയും ശേഷി മാത്രമുള്ള, അതിനുള്ളിൽ അത് സ്വയം ഒതുങ്ങി പോകുന്ന ഒരു ഔട്ട്ബ്രേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ചെറിയൊരു എപ്പിഡമിക് ആണ് ഈ നിപ്പ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോവിഡ് പോലെ വൈഡ് ആയിട്ടുള്ള ഒരു സ്കെയറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാരണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിപ്പ നമ്മുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചില മാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കണം. കാരണം വളരെ ക്ലോസ് ആയിട്ട് സ്രവങ്ങളുമായി, ഫ്ലൂയിഡ്സുമായി, സെക്രീഷൻസും ഒക്കെ ആയി കോണ്ടാക്ട് ഉണ്ടാവുന്നതിലൂടെ മാത്രം പകരുന്ന ഒരു രോഗം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള എക്സ്ട്രാ പ്രൊട്ടക്ഷൻസ് നിലനിൽക്കെ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിലേക്ക് പകരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധത്തിന് കാര്യമായ തകരാറുകളുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ കെയർഫുൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്ന് നിപ്പയും നാളെ മറ്റെന്തെങ്കിലും ആയിരിക്കാം വരുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോ തവണ ഇത്തരം ഓരോ ഡിസീസ് വരുന്ന സമയത്ത് PPE കിറ്റിനെ പറ്റിയും പ്രൊട്ടക്ഷനെ പറ്റിയും ഒക്കെ തന്നെ ചിന്തിച്ചാൽ പോരാ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വിവിധ തരം വൈറസുകളുടെ ഒരു അറ്റാക്കിനെ നേരിടാൻ സജ്ജമായിരിക്കണം നമ്മൾ എപ്പോഴും എന്നുള്ളതുകൊണ്ട്, ഇത് എന്താണ് പുതിയത് വരിക എന്ന് നമുക്ക് അറിയാത്തൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് എന്തായാലും ഏത് സമയത്തും ഇനി അങ്ങോട്ടുള്ള കാലത്ത് പഴയ കാലത്തെ പോലെയല്ല. പണ്ട് ഒരു MBBS ഡോക്ടർ എല്ലാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മളിപ്പോ എവിടെ എത്തി നമുക്കറിയാം. അതുപോലെ തന്നെ പണ്ട് ഗ്ലൗ ഒന്നും ഇല്ലാതെ പലതും നമ്മൾ ചെയ്തിരുന്നു. അത്തരം ചില രീതികളൊക്കെ തുടരുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവാം. വളരെ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത്തരം ഔട്ട്ബ്രേക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന മെസ്സേജ് ആയിട്ട് എനിക്ക് നൽകാനുള്ളത്. ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വളരെ ചുരുക്കി മാത്രം പറഞ്ഞു പോകാം. 94 ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയയിലെ ഹെൻഡ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 13 കുതിരകളും ഒരു ട്രെയിനറും മരിക്കുകയും അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അതൊരു പുതിയ തരം വൈറസ് ആണെന്നും അതിന് ആദ്യം ഇക്വൈൻ മൊർബിലി വൈറസ് എന്ന് പേരിടുകയും ചെയ്തു. അത് നമ്മളിപ്പോ പറയുന്ന പഴന്തീനി വവ്വാലുകൾ എന്ന് പറയുന്ന ടെറോപ്പസ് ബാറ്റ്സ് ആണ് അതിന്റെ റിസർവോയർ എന്നുള്ളതും അന്ന് കണ്ടുപിടിക്കപ്പെട്ടു. തുടർന്നാണ് മലേഷ്യയിൽ 98 തുടങ്ങി, സെപ്റ്റംബർ 98 തുടങ്ങി 99 വന്ന നമ്മളിപ്പോ പറയുന്ന നിപ്പയുടെ ആദ്യത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നത്. അന്ന് 265 പേർക്ക് രോഗം വരികയും അതിൽ 40% ആളുകൾ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് വന്നത് കാംപുങ് സുങ്കായ് നിപ്പ എന്ന് പറയുന്ന സ്ഥലത്തായതുകൊണ്ടാണ് ഇതിന് നിപ്പ വൈറസ് എന്ന് പേര് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫുൾ ക്യാപിറ്റൽസ് ഉപയോഗിക്കാത്തത്. കോവിഡിന്റെ പേര് വന്നത് വേറെ രീതിയിലായതുകൊണ്ടാണ് കോവിഡിന് നമ്മൾ എപ്പോഴും
ഫുൾ ക്യാപിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പറയുന്ന ഒരു കാര്യമാണ്, പല നമ്മളെ ഡോക്ടേഴ്സ് അടക്കമുള്ള ഹെൽത്ത് വർക്കേഴ്സ് പലരും കോവിഡിന്റെ C മാത്രം ക്യാപിറ്റൽ എഴുതി പോകുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയല്ല. നിപ്പയ്ക്ക് പക്ഷെ അത് ബാധകമല്ല. കാരണം നിപ്പ എന്നുള്ള സ്ഥലത്തിന്റെ പേരിൽ നിന്നാണ് ആ വൈറസിന് ആ പേര് വരുന്നത്. അപ്പൊ ആ സ്ഥലത്ത് അതിനെ തുടർന്ന് ഇത് 98-99 ഉണ്ടായി. മാർച്ച് 99 അബട്ടോർ വർക്കേഴ്സ് എന്ന് പറയുന്ന, അതായത് സ്ലോട്ടർ ഹൗസുകളിൽ ഇറച്ചി വെട്ടുന്ന തൊഴിലാളികളുടെ ഇടയിൽ 11 പേര് സിംഗപ്പൂരിൽ മരിച്ചു. ആ മരിച്ച തൊഴിലാളികൾ കൈകാര്യം ചെയ്യുന്നത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പിഗ്സിനെ ആയിരുന്നു, പന്നികളെ ആയിരുന്നു എന്നുള്ളതിൽ നിന്നാണ് ഇത് തമ്മിലുള്ള ഒരു ലിങ്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അവിടെ സംഭവിച്ചത് വവ്വാലുകൾ കടിച്ച പഴം കടിച്ചതിന്റെ ബാക്കി താഴെ വീണ് കിടക്കുന്നത് പന്നികൾ തിന്നുകയും ആ പന്നികളെ അശാസ്ത്രീയമായ അല്ലെങ്കിൽ വേണ്ടത്ര പ്രൊട്ടക്ഷൻ ഇല്ലാതെ കള്ളി ചെയ്തതിന്റെ ഭാഗമായിട്ട് പാർട്സ് ആക്കിയെടുത്തതിന്റെ ഭാഗമായിട്ട് വർക്കേഴ്സിലേക്ക് അത് പകരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അശ്രദ്ധമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യലിലൂടെയാണ് ആദ്യമായിട്ട് ഈ രോഗം പടർന്നു പിടിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ 9 ലക്ഷത്തിലധികം പന്നികളെ കൊന്നൊടുക്കി അതിനെ നിയന്ത്രിക്കുകയും തുടർന്ന് അങ്ങോട്ട് 99 ശേഷം മലേഷ്യയിൽ പിന്നെ ഒരിക്കൽ പോലും ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആണ് നമ്മൾ കാണുന്നത്. അതേപോലെ അതിൽ ഈ 2 എണ്ണത്തിൽ ഞാൻ ഈ ഹെൻഡ്ര വൈറസിന്റെ കാര്യം പറയാൻ അതാണ് കാരണം. ഹെൻഡ്ര വൈറസും നിപ്പ വൈറസും ഏതാണ്ട് ഹെനിപ്പ വൈറസ് എന്നുള്ളത് ഇത് രണ്ടിനെയും കൂടെ ചേർത്ത്, ഹെൻഡ്ര വൈറസിനെയും നിപ്പ വൈറസിനെയും കൂടെ ചേർത്ത ഒരു ഫാമിലി ആയതുകൊണ്ട്, പുതിയതായിട്ട് ഐഡന്റിഫൈ ചെയ്ത ഒരു ജീനസ് ആയതുകൊണ്ട് അതിനെ ഹെനിപ്പ വൈറസ് എന്നുള്ള ജീനസ് ആയിട്ട് അതിന് പേര് കൊടുക്കുകയും അതിനകത്ത് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 2 വൈറസുകൾ നിപ്പ വൈറസും ഹെൻഡ്ര വൈറസും തന്നെയാണ്. അവയുടെ പേരിൽ നിന്നാണ് ജീനസിനുള്ള പേര് പോലും വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ചരിത്രം. എങ്ങനെയാണ് പകരുന്നത്, റിസർവയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ വവ്വാലുകൾ പലതരത്തിലുണ്ട്. ഏതാണ്ട് 20%-ഓളമാണ് 20-30% മാത്രമാണ്, കൃത്യക്കണക്ക് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ആദ്യ തവണ സമയത്ത് നമ്മൾ ആനിമൽ ഹസ്ബൻഡറിക്കാരുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ ഏതാണ്ട് ഒരു 20-30% എന്നുള്ള കണക്കാണ് പറഞ്ഞത്. ഉള്ള വവ്വാലുകളിൽ ഏതാണ്ട് അത്രയും ഒരു 4-1 പഴന്തീനി വവ്വാലുകളാണ്. അപ്പൊ എല്ലാ വവ്വാലും പ്രശ്നമല്ല എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. ഈ ടെറോപ്പസ് വിഭാഗത്തിൽപ്പെട്ട പഴന്തീനി വവ്വാലുകൾ എന്ന് മലയാളത്തിൽ പറയുന്ന വവ്വാലുകൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുണ്ട്. ഈ ഒരു പിക്ചർ വളരെ പ്രധാനമാണ്. അതിലെ ഈ കളർ ഉള്ള ഇതിനകത്ത് കാണുന്ന എല്ലാ സ്ഥലത്തും ഈ വവ്വാലുകളുടെ സാന്നിധ്യം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഏത് സമയത്തും ഈ ഔട്ട്ബ്രേക്ക് ഉള്ള ഒരു സാധ്യത തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ അത് ചൈന ബംഗ്ലാദേശ് ബോർഡറിലുള്ള സ്ഥലങ്ങളിലാണ് ഇതുവരെ ഔട്ട്ബ്രേക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മുഴുവൻ ഔട്ട്ബ്രേക്കുകളുടെ ലിസ്റ്റും ലഭ്യമാണ്. ആ ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാലെല്ലാം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഔട്ട്ബ്രേക്കുകൾ ബംഗ്ലാദേശ് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് ബംഗ്ലാദേശിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ കേരളത്തിലടക്കം ഇന്ത്യയിലെ ഏത് ഭാഗത്തും ഏറ്റവും മുകൾ ഭാഗം കാശ്മീരിനോട് ചേർന്ന ഭാഗങ്ങളിൽ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 2001 ബംഗ്ലാദേശിലെ 2001 മുതലാണ് തുടങ്ങിയത്. അത് ചെറിയ ഔട്ട്ബ്രേക്കുകളാണ്. ഫാറ്റാലിറ്റി ആദ്യത്തെ ഈ മലേഷ്യൻ ഔട്ട്ബ്രേക്കിനെ അപേക്ഷിച്ച് അവരുടെ കേസ് ഡെഫിനേഷൻ തന്നെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബംഗ്ലാദേശിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാന സീസണാലിറ്റി എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു രോഗം അവിടെ സ്ഥിരമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ട് എല്ലാ വർഷവും ഓൾമോസ്റ്റ് എല്ലാ വർഷവും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു വീഡിയോ മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആണ് ബംഗ്ലാദേശിലെ ഔട്ട്ബ്രേക്കിന്റെ ഒരു പ്രത്യേകത. അവിടെ ഈ പാം ജ്യൂസ് എടുക്കുന്ന, അതിൽ നിന്ന് ശർക്കരയും അത് അല്പം മദ്യമായിട്ടും ഉപയോഗിക്കുന്ന ഒരു രീതി അവിടെയുണ്ട്. മദ്യം എന്നുള്ള മദ്യത്തിന് പകരം ഒരു ലഹരി പാനീയമായിട്ട് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇതിങ്ങനെ ചെത്തിയെടുക്കുന്നു. ഇതിന്റെ മുഴുവൻ വീഡിയോ കാണിക്കാനുള്ള സമയമില്ലാത്ത ഞാൻ അവസാന ഭാഗത്തിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവാണ്. എന്നിട്ട് അതിന് ചെത്തിയെടുത്ത ശേഷം അവിടെ പാത്രം വെച്ചിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. ആ പാത്രത്തിൽ നിന്നാണ് പിന്നീട് കളക്ട് ചെയ്യുന്നത്. ആ പാത്രത്തിന്റെ കളക്ഷന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാണുന്നുണ്ടല്ലോ, ഇത് അവിടെ ഒരു മുളയുടെ ഒരു ചെറിയ കമ്പ് പോലെ വെച്ചിട്ട് ആ കമ്പിലൂടെ ഒഴുകി വന്നാണ് ഇതിനകത്ത് വീഴുന്നത്. നമ്മുടെ തെങ്ങിൽ നിന്നും ഇതുപോലെ വവ്വാലിന് കുടിക്കാൻ കള്ളി ചെത്തുന്ന സ്ഥലത്ത് പോലും തെങ്ങിൽ നിന്ന് വവ്വാലിന് കുടിക്കാൻ പറ്റാത്തത് നമ്മൾ കള്ള് കളക്ട് ചെയ്യുന്ന രീതിയും ഈ രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ പകർന്നിട്ടുള്ളത് ആ ഒഴുകി വരുന്ന മുളങ്കുമ്പുകളിൽ നിന്ന് വവ്വാലുകൾ അങ്ങനെ കുടിച്ചതിന്റെ ശേഷം അതിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള
ഈ ദ്രാവകം അത് ഇതിന് കൊണ്ടുപോകുന്നതിന് പകരം ചിലർ അത് എടുത്ത് കുടിക്കുകയും ചെയ്യുന്നതിൽ നിന്നാണ് ഇത് പകരുന്നത് എന്നാണ് ബംഗ്ലാദേശിലെ ഔട്ട്ബ്രേക്കിലെ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, ഇത് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാന ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ള 2001 ആദ്യത്തെ ഔട്ട്ബ്രേക്ക് സിലിഗുരി വെസ്റ്റ് ബംഗാളിൽ. ഇത് ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ബോർഡറാണ്. അവിടെ ആകെ 66 കേസ് ഉണ്ടായി, അതിൽ 45 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ എന്താണ് എന്തെങ്കിലും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടോ, ഈ പന്നികൾ എന്നുള്ളത് പോലെ വവ്വാലിന്റെയും മനുഷ്യന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ അന്ന് നടന്നിട്ടില്ല. 2007 അതിനേക്കാൾ ചെറിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യയിൽ കേരളത്തിന് മുമ്പുള്ള ഒരു സിനാരിയോ. സിലിഗുരിയിലാണ് ആദ്യമായിട്ട് ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുന്നത്. ഹെൽത്ത് കെയർ വർക്കേഴ്സിലേക്കൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ബാധിക്കുകയും അങ്ങനെ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസും അതിന്റെ രീതികളൊക്കെ തന്നെ പഠിക്കുകയും ചെയ്തിട്ടുള്ളത് 2001 സിലിഗുരി ഔട്ട്ബ്രേക്കിലാണ്. അതിനുശേഷം 2004 ബംഗ്ലാദേശ് ഔട്ട്ബ്രേക്കിലും ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വളരെ ശക്തമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി അതിന്റെ ലേറ്റ് സ്റ്റേജസിൽ എന്നുള്ളത് കൃത്യമായിട്ട് രോഗി വളരെ സീരിയസ് ആയി വരുന്ന സമയത്ത് ട്രാൻസ്മിഷനുള്ള സാധ്യത വളരെ ഹൈ ആണെന്നുള്ളത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന്റെയും കെയറിന്റെയും ഒക്കെ തന്നെ ആവശ്യം വരുന്നത്. റെസ്പിറേറ്ററി സെക്രഷൻസിലൂടെയാണ് സലേവ, യൂറിൻ, CSF ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ട്രാൻസ്മിഷനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷനിൽ ഏറ്റവും കൂടുതൽ സാധ്യത റെസ്പിറേറ്ററി സെക്രഷൻസ് ആണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് വർക്കേഴ്സിന് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് PPE ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കുറച്ച് കാണേണ്ടി, ഈ 1 വർഷവും 8 മാസവും കൊണ്ട് എത്രത്തോളം ലാക്സ് ആയിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടി വരും എന്നുള്ളത് ഓർക്കുക. ഫിലിപ്പൈൻസിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് കുതിരകൾ വരുന്ന ഒരു സാഹചര്യം 2014 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് പന്നികളും കുതിരകളുമാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2018 കേരള ഔട്ട്ബ്രേക്കിൽ, കോഴിക്കോട് ഉണ്ടായ ഔട്ട്ബ്രേക്കിൽ ഇൻഡെക്സ് കേസ് ഒഴികെ ബാക്കിയെല്ലാം ഇൻഡെക്സ് കേസിന്റെ കൃത്യമായിട്ട് എങ്ങനെ എന്നുള്ളത് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പേരാമ്പ്ര ഭാഗത്ത് ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് ടെറോപ്പസ് ബാറ്റുകളിൽ വൈറസിന്റെ സാന്നിധ്യം ഐഡന്റിഫൈ നമുക്ക് എപ്പിഡെമിയോളജിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ മറ്റൊന്നും ഇതുവരെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റൊരു സോഴ്സ് ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അതൊഴികെയുള്ള എല്ലാ കേസുകളും ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് ഇനി അങ്ങോട്ടുള്ളത് ഞാൻ പല മേഖലകളിൽ നിന്ന് എടുക്കുന്നതിന് പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കേരള സർക്കാരിന്റെ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻ ആണ് ഞാൻ ഈ പറയുന്നത്. സസ്പെക്ട് കേസ് ഡോക്ടർ സന്ദീപ് അത് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും മറ്റേലേക്കൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും ടച്ച് ചെയ്യുന്നില്ല. ഫീവർ വിത്ത് ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സീഷർ, ന്യൂറോളജിക്കൽ സിംറ്റംസ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് ആസ്പെക്റ്റിൽ കാണേണ്ടത് എന്നുള്ളത്. ഫീവർ, ഹെഡേക്ക്, ഫീവർ, കോഫ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഒക്കെ ഇതിന്റെ സസ്പെക്ട് കേസ് ഡെഫിനിഷനിൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് പബ്ലിക് ഹെൽത്ത് ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് നേരത്തെ ഡോക്ടർ സുനിൽ സൂചിപ്പിച്ച ഒരു ചോദ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തിന് കണ്ണ് തുറന്നിരിക്കണം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉള്ള ഫീവർ ആണ്. അത് മാത്രമല്ല അതിന്റെ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത് വളരെ പെട്ടെന്ന്, അത് ഡോക്ടർ സന്ദീപിന്റെ വിഷയത്തിൽ അത് വിശദമായിട്ട് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ പെട്ടെന്ന് ന്യൂറോളജിക്കൽ സിംറ്റംസിലേക്ക് പോകുന്ന അൺയൂഷ്വൽ ആയിട്ട് ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണം, ഇത് കോഴിക്കോടിന് മുമ്പേ ഒന്നുകിൽ മലപ്പുറത്തിനോ അല്ലെങ്കിൽ വയനാടിനോ പണി കിട്ടുമായിരുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത്. ഒരു റെക്കോർഡിന് വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ ഓഫ് റെക്കോർഡായിട്ട് കാണുന്നതാണ്. ഒന്ന്, വയനാട് ജില്ലയിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഇതിന് തൊട്ട് മുമ്പ് 2017 ഐസൊലേറ്റഡ് ആയിട്ട് 4 സ്ഥലത്ത് 4 കേസുകൾ ഫീവർ കഴിഞ്ഞ് 2 ദിവസം, 1 ദിവസം, 2 ദിവസം, 3 ദിവസം കൊണ്ടൊക്കെ ന്യൂറോളജിക്കൽ സിംറ്റംസിലേക്ക് പോവുകയും അങ്ങനെ റെഫർ ചെയ്യപ്പെടുകയും റെഫർ ചെയ്തിട്ട് മരണപ്പെടുകയും ചെയ്ത 4 കേസുകളായി. അപ്പം ഡോക്ടർ മണിപ്പാൽ സംസാരിക്കുകയും ഇനിയൊരു കേസ് വന്നാൽ റെഫർ ചെയ്യുന്നതിന്റെ മുമ്പേ സാമ്പിൾ എടുത്ത് മണിപ്പാലിലേക്ക് വിടാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷെ ആ വർഷം പിന്നീട് കേസുകൾ കണ്ടിട്ടില്ല. അതേ വർഷം തന്നെ മലപ്പുറത്തും ഏതാണ്ട് എനിക്ക് തോന്നുന്നു 4 കേസാണോ 3 കേസാണോ ഞാൻ ഓർക്കുന്നില്ല. ഡോക്ടർ റീനയായിരുന്നു അന്ന് ADHS പബ്ലിക് ഹെൽത്ത്. ഡോക്ടർ റീനയുടെ ശ്രദ്ധയിൽ മലപ്പുറം ടീം കൊണ്ടുവരികയും അങ്ങനെ മലപ്പുറത്തും ഇനിയൊരു കേസ് വന്നാൽ ഇമീഡിയറ്റ്ലി സാമ്പിൾ എടുത്ത് വിടണം എന്ന് ഡോക്ടർ അരുണുമായിട്ട് സംസാരിച്ച് ധാരണയാക്കുകയും ചെയ്തതാണ്. 2 സ്ഥലങ്ങളിലും ആ നോട്ടീസ് ചെയ്യാൻ പ്രധാന കാരണം ഫീവറിന്റെ അകത്ത് വളരെ പെട്ടെന്ന് ഓൾട്ടേർഡ് സെൻസോറിയം അല്ലെങ്കിൽ മറ്റ് ന്യൂറോളജിക്കൽ സിംറ്റംസിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതൊരു അൺയൂഷ്വൽ പിക്ചറാണ്. സാധാരണ നമ്മൾ ഏത് എൻകഫലൈറ്റിസ് ആണെങ്കിൽ ഏതാണെങ്കിൽ ഇത്ര പെട്ടെന്ന്
അതിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്ന ഒരു യൂഷ്വൽ പിക്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഷോർട്ട് പീരീഡിൽ പോകുന്ന ന്യൂറോളജിക്കൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഫീവേഴ്സിന് എസ്പെഷ്യലി ഇപ്പം കേസ് വന്നിട്ടുള്ള ഏരിയയിലാണെങ്കിൽ ആയിരിക്കണം നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഭാഗം എന്നുള്ളത്. ന്യൂറോളജിക്കൽ സിംറ്റംസിലേക്ക് പോകുന്നതിന് മൈൽഡ് സിംറ്റംസ് തുടങ്ങുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനം. ഇതാണ് പബ്ലിക് ഹെൽത്ത് ആംഗിളിൽ നിന്നുള്ള ഒരു പിക്ചർ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോബബിൾ നിപ്പ കേസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആളുകളിൽ ഔട്ട്ബ്രേക്കിന്റെ പീരീഡിൽ മരണപ്പെടുകയും ഡയഗ്നോസിസിന് സാമ്പിൾ എടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതിനൊക്കെ നമ്മൾ പ്രോബബിൾ നിപ്പ കേസ് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിംഗിന് കേസ് പകരാൻ സാധ്യതയുള്ളവരിൽ മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഡയഗ്നോസിസിൽ എത്താൻ സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോബബിൾ കേസിന്റെ ഡെഫിനിഷനിലേക്ക് വരികയും ചെയ്യും. കൺഫർമേഷൻ PCR ടെസ്റ്റ് വഴിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിപ്പോ PCR RT-PCR എന്താണ് എന്നുള്ളതൊന്നും നമ്മൾ ആളുകൾക്കൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിലെ എക്സ്പേർട്സ് ആയിട്ടുണ്ട് എല്ലാവരും തന്നെ. പാക്കിംഗ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും തന്നെ ഞാൻ പോകുന്നില്ല. കളക്ഷനും പാക്കിങ്ങും ഒക്കെ തന്നെ നമ്മൾ എക്സ്പേർട്സ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പം കോണ്ടാക്ട് ഡെഫിനിഷനും ഒക്കെ തന്നെ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻ നോക്കി നമ്മൾ കോണ്ടാക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് ട്രേസ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഹൈ റിസ്ക് ഉള്ള ആളുകളെ കഴിയുന്നതും ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം വളരെ പെട്ടെന്ന് വേഴ്സ് ആവും എന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഒബ്സർവേഷനിൽ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ എന്താണ് അവരെ എത്ര കാലം ഫോളോ അപ്പ് ചെയ്യുന്നുള്ള ലോങ്സ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 21 days ആണ്. അതുകൊണ്ട് കോവിഡിന്റെ ഫോളോ അപ്പ് പോലെയല്ല, ക്വാറന്റൈൻ ചെയ്യേണ്ടതും അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ടതും 21 days എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു ലോങ് ഡ്യൂറേഷൻ ഫോളോ അപ്പ് ആവശ്യമുള്ള ഒരു രോഗമാണിത്. ലേറ്റ് സ്റ്റേജിലൊക്കെ തന്നെ 21 days ശേഷവും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഔട്ട്ബ്രേക്കിൽ ഒരു കേസ്, നോർമൽ ശരിയാണെങ്കിൽ ഒരു കേസ് 21 days ശേഷവും ആണ് എന്ന് സംശയിക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിനിമം 21 days എങ്കിലും ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷം 2018 നമ്മുടെ ഒരു സഹപ്രവർത്തകയെ നമുക്ക് നഷ്ടപ്പെടാൻ ഉണ്ടായ ഒരു സാഹചര്യം നമുക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ അതൊരു പ്രിവെന്റബിൾ ലോസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹെൽത്ത് കെയറിൽ നമ്മൾ എന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന്റെ പ്രാധാന്യമാണ് നമ്മളിപ്പോ HIV കാര്യത്തിൽ യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞാലും, യൂണിവേഴ്സൽ പ്രിക്കോഷൻ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആൾക്കാർ എത്രത്തോളം കെയർലെസ് ആണ്. അതിലും HIV പോസിറ്റീവ് എന്ന്, റിട്രോ പോസിറ്റീവ് എന്ന് റെഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാത്രം ഡബിൾ ഗ്ലൗവും അതിന്റെ മുകളിൽ വേറെ പ്രൊട്ടക്ഷനും ഒക്കെ എടുക്കുകയും അതേ സമയത്ത് മറ്റുള്ളവരെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മുടെയൊക്കെ തന്നെ ഇടയിലുണ്ട്. അത് നമുക്ക് വളരെയധികം അപകടം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാളെ എന്താണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ മെസ്സേജ്, നിങ്ങളോട് ഒരു മെസ്സേജ് പബ്ലിക് ഹെൽത്ത് ആംഗിളിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ: പ്രൊട്ടക്ഷൻ എപ്പോഴും സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക. ഒരു കാരണവശാലും ഒരു വീഴ്ചയും അതിനകത്ത് കാണുന്ന ആൾക്ക് അത് കൗതുകമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ വളരെ കൃത്യമായിട്ട് സ്വന്തം സുരക്ഷയ്ക്ക് വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക. ഇന്നലെ 1.5 വർഷം മുമ്പ് കോവിഡ് വന്നു, നിപ്പ 2018 വന്നു, ഇപ്പൊ അതാ വീണ്ടും വരുന്നു, നാളെ വീണ്ടും വരാം. ബംഗ്ലാദേശ് പോലെ എല്ലാ കൊല്ലവും ചെറിയ ചെറിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് പോവാം. നാളെ ഇതിനപ്പുറത്ത് പുതിയതൊരെണ്ണം കണ്ടെത്തപ്പെടാം. ഇതിനേക്കാൾ ഗുരുതരമായിട്ട്, കോവിഡിനേക്കാളൊക്കെ ഗുരുതരമായിട്ട് ചിലപ്പോൾ പകരുന്നതോ നിപ്പയേക്കാൾ കൂടുതൽ ഫാറ്റാലിറ്റി. നിപ്പയുടെ പ്രശ്നം എന്ന് പറയുന്നത് പകരാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഫാറ്റാലിറ്റി കൂടുതലാണെന്നുള്ളതാണ് നിപ്പയെ ഒരു പേടിപ്പിക്കുന്ന സംഭവമാക്കി മാറ്റുന്നത്. പക്ഷെ കൃത്യമായ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സാധനമാണ് നിപ്പ. കോവിഡിനേക്കാൾ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പൊ കോവിഡിനേക്കാൾ എളുപ്പത്തിൽ പകരുന്നതും നിപ്പയേക്കാൾ ഫാറ്റാലിറ്റി റേറ്റ് കൂടുതലും ഉള്ളതായിട്ടുള്ള ഒന്ന് നാളെ വന്നുകൂടായികയില്ല. അതുകൊണ്ട് ദി ബോട്ടം ലൈൻ മെസ്സേജ് ഇസ് സ്റ്റേ പ്രൊട്ടക്റ്റഡ് 100% ഓഫ് ദ ടൈം. ഒരിക്കൽ പോലും അതിനകത്തൊരു വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് KGMOA അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മാതൃക കാണിക്കേണ്ടവരാണ്. നമ്മുടെ സഹപ്രവർത്തകർക്ക് മാതൃക കാണിക്കേണ്ടവരാണ്. ഒരു ലാക്സിറ്റിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ നോക്കുകയും ലാക്സിറ്റി നമ്മുടെ സഹപ്രവർത്തകരിൽ ഉണ്ടാവാതെ നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. നാളെ മറ്റൊരു ഔട്ട്ബ്രേക്കിലേക്ക് പോവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് അത്തരം ഒരു പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ജിതേഷ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് ശ്രമിച്ചു കണ്ടിരുന്ന മുഴുവൻ പേരെയും അക്ഷരാർത്ഥത്തിൽ ഇതിലേക്ക് ഗ്ലൂ ടു എന്ന് പറയുന്ന രീതി പിടിച്ചിരുത്തിക്കേണ്ട രീതിയിലുള്ള
ആ ഒരു പ്രസന്റേഷൻ ആയിരുന്നു ജിതേഷിൻ്റെത്. എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് 100%. നമുക്ക് അടുത്ത പ്രസന്റേഷനിലേക്ക് പോകാം. ഇതിൻ്റെയുള്ള ഡിസ്കഷൻ ഇന്ററാക്ഷൻ ചാറ്റ് ബോക്സിൽ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത ടോക്കും കൂടെ കഴിഞ്ഞതിന് ശേഷം മറുപടി പറയുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു, അടുത്ത ടോക്ക് ഡിലേ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു വൺസ് അഗൈൻ ഡോക്ടർ ജിതേഷ്. അടുത്ത ടോപ്പിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞത് മാതിരി നിപ്പ പേടിക്കേണ്ട ഒരിതല്ല, ടാക്ലിംഗ് നിപ്പ ലെറ്റ്സ് ടേൺ അവർ ഫിയർ ഇൻ ടു ട്രിയംഫ് എന്നുള്ളതാണ്. നിപ്പയുടെ സിംറ്റമറ്റോളജിയും അതിന്റെ ക്ലിനിക്കൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരു ടോപ്പിക് ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്ന നമ്മുടെ ആരോഗ്യ വകുപ്പിലുള്ള ഒരാളുടെ പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ സന്ദീപിന്റെ തന്നെയായിരുന്നു. കാരണം ഈ ഡ്രഡഡ് ഡിസീസ് ഏകദേശം 50% കേസ് ഫെറ്റാലിറ്റി ഉള്ള, മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഈ അസുഖം ട്രീറ്റ് ചെയ്ത ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി തന്നെ ഉണ്ടാവണമെന്ന് നിശ്ചയിച്ചപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലേക്ക് വന്ന ഒരു പേര് ഡോക്ടർ സന്ദീപിൻ്റെതാണ്. 2018 ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് ട്രിവാൻഡ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് കൂടിയായിരുന്നു ഡോക്ടർ സന്ദീപ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ആ കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ സന്ദീപ് MBBS ജൂബിലി മെഡിക്കൽ കോളേജിൽ നിന്നും MD ജനറൽ മെഡിസിൻ DNB കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ഡോക്ടർ സന്ദീപിനെ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ സന്ദീപിനെ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ സന്ദീപ്. ഹലോ സാർ. സാർ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. കേൾക്കുന്നു? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ സാർ? ശരി. സാർ ജസ്റ്റ് എ മിനിറ്റ്. അത് ക്ലോസ് ചെയ്തിട്ട് മറ്റു വിഷയം. സാർ ജസ്റ്റ് എ മിനിറ്റ്, കിട്ടിയതായിരുന്നു. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ നോക്കുന്നുണ്ട്. കാണാമോ സാർ? ഫുൾ സ്ക്രീൻ ആയിക്കോളൂ. ഓക്കെ, നന്നായി കാണാമല്ലോ? ഹലോ. ഓക്കെ. ഗുഡ് ഈവനിങ് ടു ഓൾ. ഏറ്റവും ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡം, KGMOA സംസ്ഥാന നേതൃത്വ അംഗങ്ങളായ വിജയകൃഷ്ണൻ സാർ, സുരേഷ് സാർ, കോഴിക്കോട് പ്രസിഡന്റും സെക്രട്ടറിയും ആയിട്ടുള്ള ഷാരോൺ സാർ, വിപിൻ വർക്കി സാർ, മറ്റ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബഹുമാന്യരായ KGMOA ഭാരവാഹികളെ, ബഹുമാന്യരായ സീനിയർ ഡോക്ടേഴ്സ്, ഡിയർ കൊളീഗ്സ്, ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം ഇവിടെ എല്ലാവരും വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കോവിഡിന്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ 1 വർഷവും 8 മാസമായി നമ്മളെല്ലാവരും നിതാന്ത പരിശ്രമത്തിലാണ്. കോവിഡിനെ പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല, അതുപോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വാക്സിനേഷൻ വന്നു. ആ വാക്സിനേഷൻ ഡ്യൂട്ടി നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമുക്കൊരു ഫോർഗോട്ടൺ എനിമി എന്ന രീതിയിൽ നമ്മുടെ നിപ്പ കടന്നു വരുന്നത്. നമുക്കറിയാം 2018 നമുക്ക് നിപ്പ കേസ് ആദ്യമായിട്ട് കേരളത്തിൽ നമുക്ക് വരുന്നത്. അന്നത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അന്നത്തെ നമ്മുടെ എഫേർട്സ് വെച്ചിട്ട് നമുക്ക് നിപ്പയെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിരുന്നു. അതിനുശേഷം പിന്നെ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ നിപ്പ കേസുകളെ കുറിച്ച് നമ്മൾ അറിയുന്നത്, എൻ്റെ ടോപ്പിക്കിന്റെ ഹെഡിങ് തന്നെ ലെറ്റ്സ് ടേൺ അവർ ഫിയർ ഇൻ ടു ട്രയംഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അസുഖത്തെക്കുറിച്ചുള്ള അവയർനെസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. എപ്പോഴും ഏത് പേടി നമ്മൾ മാറുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രസന്റേഷന്റെ ഒരു പ്രധാന ദൗത്യം ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വൈ മീ. താങ്ക് യു സുരേഷ് സാർ, എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് വളരെ നന്ദി. സാറ് പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് 2018 സമയത്ത് കോഴിക്കോട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന കേസുകളിൽ
നോക്കാൻ അവസരം കിട്ടിയ വൺ ഓഫ് ദ PGs ആണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല PGസും ഇന്ന് കേരളത്തിലെ പല സ്ഥലത്തും പല ജില്ലകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അവരിൽ പലരും ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഉണ്ടാവും എന്നറിയാം. അപ്പൊ ഞാൻ അതിലൊരു വൺ ഓഫ് ദ PGs മാത്രമാണ്. ബട്ട് പേഷ്യൻസിനെ നേരിട്ട് നോക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കട്ടെ. ഫസ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ജിതേഷ് സാർ ഓൾറെഡി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വൈറസ് ഏത് ഗ്രൂപ്പാണ്, ഏത് ജീനസ് ആണ്, ഹെൻട്രോവൈറസ്, അത് മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ആദ്യം റെക്കഗ്നൈസ് ചെയ്തത് മലേഷ്യ, സിംഗപ്പൂരാണ്. അതിനെക്കുറിച്ച് ജിതേഷ് സാർ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സെക്കൻഡ് ഔട്ട് ബ്രേക്ക് വന്നത് 2001 ഒരു ജനുവരി സമയത്താണ്, വെസ്റ്റ് ബംഗാളിലാണ്. അതിനുശേഷം ബംഗ്ലാദേശിൽ പല പല ഔട്ട് ബ്രേക്കുകൾ വന്നതിന്റെ കാര്യവും സാർ സൂചിപ്പിക്കേണ്ടായി. നിപ്പ ഇൻ കേരള, ഈ ഒരു സ്ലൈഡ് നമുക്ക് നോക്കാം. നമുക്ക് 2018 ആദ്യമായിട്ട് കേരളത്തിൽ ഒരു നിപ്പ കേസ് നമ്മൾ വരുന്നത്. ഓക്കെ, അതിനുശേഷം 2019 വീണ്ടും കേരളത്തിൽ കേസ് വന്നു. അത് പ്രധാനമായിട്ടും എറണാകുളത്ത് നിന്നാണ് കേസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരൊറ്റ കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അത് ഇമ്പ്രൂവ് ചെയ്ത് പോവുകയും ചെയ്തു. ഇപ്പോൾ 2021 നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ നിപ്പ പോസിറ്റീവായിട്ട് 12 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം. ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഫ്രൂട്ട് ബാറ്റ്സ് ആണ് അതിന്റെ നാച്ചുറൽ റിസർവോയർ. ജീനസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് പിക്സ് ആണ്. ഇൻഫെക്ഷൻ സാധാരണ ഇതിൽ പിക്സ് സാധാരണ ഈ ബാറ്റ് കണ്ടാമിനേറ്റഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബാറ്റ് എക്സ്ട്രേറ്റ് കഴിക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സാധാരണ പിക്സ് എന്ന് ഹ്യൂമനിലേക്ക് പലപ്പോഴും വരാറുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തിലെ സംബന്ധിച്ചോളം നമുക്ക് വന്നിരിക്കുന്ന ഒരു സ്പിൽ ഓവർ ഇൻഫെക്ഷൻ ആണ്. അതായത് നേരിട്ട് മിക്കവാറും സംഭവിച്ചിട്ടുണ്ടാവുക നേരിട്ട് ബാറ്റ്സിൽ നിന്നുള്ള ബാറ്റ്സിൻ സെക്രീഷൻസ് വന്നിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ചത് കൊണ്ടായിരിക്കാം എന്നുള്ള അനുമാനത്തിൽ മാത്രമാണ് നമുക്കിപ്പോൾ നിൽക്കാൻ സാധിക്കുക. മുമ്പ് വന്ന നിപ്പ ഔട്ട് ബ്രേക്കിന്റെ സമയത്തും എന്താണ് സോഴ്സ് എന്നുള്ളത്, ഇൻഡെക്സ് കേസ് എങ്ങനെ വന്നു എന്നുള്ളത് സത്യത്തിൽ ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. നിപ്പ വൈറസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാണ്. ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഇത് ഡേറ്റ് പാംസ് ആപ്പ്, അതും ജിതേഷ് സാർ വളരെ വിശദമായിട്ട് അതിന്റെ വീഡിയോ അടക്കം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്തത് എന്നും അന്ന് എന്താ ഉണ്ടായതെന്നും സാർ പറഞ്ഞു കഴിഞ്ഞു. ഇത് മോഡ് ഓഫ് സ്പ്രെഡിന്റെ മറ്റൊരു ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ ബാറ്റ്സ് വരുന്നു. ബാറ്റ്സ് നമുക്ക് ആ ഫ്രൂട്ട്സിനെ ബാറ്റ്സ് നമ്മൾ കടിക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സിൽ അതിന്റെ സ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സ്രവമുള്ള ഫ്രൂട്ട്സ് പന്നികൾ കഴിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യന്മാർ നേരിട്ട് കഴിക്കുകയോ ചെയ്താൽ മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സ്പിൽ ഓവർ ഇൻഫെക്ഷൻ എന്നും, ഈ പിക്സ് ആണ് സാധാരണ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് യൂഷ്വലി വർക്ക് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പിക്സിന് കിട്ടുകയും ആ പിക്സ് നിന്ന് ഹ്യൂമനിലേക്ക് വരികയും ചെയ്തതാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത് കേസുകൾ. കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് വൈറസ്, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഞാനിതിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഹൗ ഡു വി മാനേജ് സച്ച് എ കേസ്, അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതിൽ സ്ട്രക്ചർ ഓഫ് വൈറസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ നിപ്പ വൈറസ് ഇസ് ആൻ RNA വൈറസ്. ഓക്കെ, ഇതിൽ നമുക്ക് കാണാം, അടുക്ക് കാണുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ്. ഇതെൻ്റെ ആ സിംഗിൾ സ്റ്റാൻഡാണ് കാണുന്നത്. RNA വൈറസിന് മേലെയുള്ള ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഉണ്ട്. ഇതിലുള്ള മറ്റൊരു പ്രധാന പ്രോട്ടീനാണ്, ഈ ന്യൂക്ലിയർ മെംബ്രെയിന്റെ മേലുള്ള പ്രോട്ടീനാണ് G പ്രോട്ടീൻ. ദിസ് G പ്രോട്ടീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ G പ്രോട്ടീൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളത് മെട്രിക്സ് പ്രോട്ടീൻ, ബൈലേറ്ററൽ ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ആ കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. പ്രധാനമായിട്ട് ഓർക്കുന്നത് ഇറ്റ് ഇസ് ആൻ RNA വൈറസ് ആൻഡ് ദിസ് അറ്റാച്ച്മെന്റ് പ്രോട്ടീൻ ഇസ് എ G പ്രോട്ടീൻ. ഇതും നമ്മളൊരു കേസ് എങ്ങനെയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതും സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നില്ല. സാധാരണ നമുക്കറിയാം ഒരു പേഷ്യന്റ് അക്യൂട്ട് ഫീവർ വിത്ത് ന്യൂ ഓൺസെറ്റ് ഓൾട്ടർഡ് മെന്റൽ സ്റ്റാറ്റസ് ഓർ സീഷേഴ്സ് വന്നാൽ, അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ഫീവർ വിത്ത് സിവിയർ ഹെഡേക്ക് ഓർ an acute fever with a cough or shortness of breath, അതാണ് ഒരു സസ്പെക്ട് കേസ്. സോ വിച്ച് ഈസ് എ പ്രോബബിൾ നിപ്പ കേസ്? സസ്പെക്ട് കേസ് പേഷ്യൻസ്, അതായത് ഈ പേഷ്യൻസിന് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അക്യൂട്ട് ഫീവർ വിത്ത് ഒന്നുകിൽ ഓൾട്ടർഡ് മെന്റൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ സിവിയർ ഹെഡേക്ക്, അല്ലെങ്കിൽ ഷോർട്ട്നസ് ഓഫ് ബ്രെത്ത്, who reside in the same village where the confirmed case or the suspect case of Nipah were living during the outbreak period and who died before complete diagnostic specimens could be collected. Or a suspect case or patients who came in direct contact with the confirmed case in a hospital setting during the outbreak period and who died before complete diagnostic specimens could be collected. So അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൺഫേംഡ് കേസ് നമുക്കറിയാം, ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആർ ഫിറ്റിംഗ്, and along with that, if there is confirmation like Nipah virus RNA identified by PCR from throat swab, urine, serum or cerebrospinal fluid, or isolation of the Nipah virus from the throat swab, urine, serum or CSF, ഇതാണ് കൺഫേംഡ് കേസ്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇത് ഈ സ്ലൈഡ്സുകൾ ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇന്നലെയാണ് കേരള ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ നമുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈനിന്റെ ബേസിസിലാണ് ഇത് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് വളരെ പ്രധാനമാണ്, കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതായിരിക്കും. റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് കോൺടാക്ട്സ്, അതായത് ഒരു കോൺടാക്ട് വന്നാൽ തന്നെ, അപ്പോൾ ഹൂ ഈസ് എ കോൺടാക്ട് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വെദർ ദാറ്റ് കോൺടാക്ട് ഇസ് എ ഹൈ റിസ്ക് ഓർ എ ലോ റിസ്ക്, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഹൈ റിസ്ക് കോൺടാക്ട് ആണെങ്കിൽ ഹൂ ഈസ് എ ഹൈ റിസ്ക് കോൺടാക്ട്? എനി കോൺടാക്ട് വിത്ത് ദ ബോഡി ഫ്ലൂയിഡ്സ് ഓഫ് എ കൺഫേംഡ് കേസ് ഓഫ് നിപ്പ. ഒരു നിപ്പ പോസിറ്റീവായ പേഷ്യന്റിന്റെ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോൺടാക്ട് വന്ന ഒരാൾ,
Second, any contact with body fluids of a probable case. ഈ probable case എന്ന് വെച്ചാൽ എന്താ? എല്ലാ ക്ലിനിക്കൽ ഫീച്ചേഴ്സും സപ്പോർട്ടീവ് ആണ്, പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി വി കുഡിന്റ് ഡു ദ ഇൻവെസ്റ്റിഗേഷൻ, സോ വി കുഡിന്റ് കൺഫേം ഇറ്റ്, സോ ദാറ്റ് ഇസ് എ പ്രോബബിൾ കേസ്. അപ്പോൾ എല്ലാം കൊണ്ടും ദാറ്റ് ഇസ് എ പ്രോബബിൾ കേസ് ഓഫ് നിപ്പ. അങ്ങനെ ഒരു പേഷ്യന്റുമായിട്ട് എന്തെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡ് കോൺടാക്ട് വന്നാൽ. ആൻഡ് ദ തേർഡ് തിങ് ഈസ് spend time in close proximity or in close space more than or equal to 12 hours. Okay, so this is also important. ഇതിന്റെ ഞാനൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് തന്നുതരാം. അപ്പൊ നമുക്ക് ഇപ്പോൾ വന്ന് പുതുതായി കുട്ടിയില്ലേ, 12 years old കുട്ടി നമുക്ക് ഡെത്ത് ആയി എന്ന് പറഞ്ഞല്ലോ. സോ ദിസ് ബോയ് വാസ് ഇൻ ദ റെഡ് ഏരിയ ഓഫ് ദ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി. ഓക്കെ, സോ ഒരു റെഡ് ഏരിയയിൽ നമുക്കറിയാം പേഷ്യൻസ് ഇങ്ങനെ ഓരോ ബെഡിലും പല 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 ആൾക്കാരായിട്ട് കിടക്കുന്നുണ്ടാവും. സോ ഈ പേഷ്യന്റ്, ഈ കുട്ടിയുടെ അടുത്ത് കിടന്ന പേഷ്യന്റ്, അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി അവരും വേറൊരു സിക്ക് ആയിട്ട് വന്നൊരു പേഷ്യന്റ് ആയിരുന്നു. അവർ എത്രത്തോളം മാസ്ക് കൃത്യമായിട്ട് ഇടും നമുക്ക് പറയാൻ പറ്റില്ല. That patient is a high risk patient. Okay, അപ്പൊ ഇങ്ങനെ ഒരു ഹൈ റിസ്ക് പേഷ്യന്റ് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ, സോ ദാറ്റ് വി കൻ റിലേറ്റ് മോർ കറക്റ്റ്ലി. ഇനി ഹു ഇസ് എ ലോ റിസ്ക്? Any other contact such as touching, contact with clothes or linen or any other items used, that is a low risk. ഇനി നമ്മുടെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്, നമുക്കൊരു കോൺടാക്ട്സ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്? സപ്പോസ് ഇറ്റ് ഇസ് എ ഹൈ റിസ്ക് കോൺടാക്ട്. ഈ ഹൈ റിസ്ക് കോൺടാക്ട് ആണെന്നേ ഉള്ളൂ, പക്ഷെ സപ്പോസ് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് അസിംപ്റ്റമാറ്റിക്, ദെൻ വാട്ട് വി ആർ പ്ലാനിങ് ഈസ്, നമ്മുടെ ഗൈഡ് ലൈൻ പറയുന്നത് ദർ ഇസ് ഹോം ക്വാറന്റൈൻ വിത്ത് ആക്റ്റീവ് ഫോളോ അപ്പ് ഫോർ ഫീവർ ബൈ ഹെൽത്ത് കെയർ വർക്കർ ട്വൈസ് എ ഡേ ഫോർ 21 days. ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻ പറയുന്നത്. ബട്ട് വാട്ട് വി ഡു നൗ ഈസ് നോട്ട് ലൈക്ക് ദിസ്. അപ്പൊ അതിൽ തുടക്കത്തിൽ സുനിൽ സാർ ഇത് പറയുകയുണ്ടായി, ഈ കോൺടാക്ട് വന്ന രോഗികളെ നമുക്ക് വീട്ടിൽ വെച്ച് നോക്കാൻ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സിംറ്റംസ്, അവരുടെ സിംറ്റംസ് നമുക്ക് മിസ് ചെയ്താലോ എന്ന് വിചാരിച്ച് നമ്മളത് കുറച്ചും കൂടി കൂടുതൽ കോഷ്യസ് ആയി ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ഐസൊലേഷൻ ആക്കിയിരിക്കുകയാണ്. സോ ദാറ്റ് ഇഫ് എനി സിംറ്റംസ് ഡെവലപ്പ്, ആ സിംറ്റംസ് യൂഷ്വലി ഫീവർ ആയിരിക്കും. സാധാരണ ഇതിൽ ഫീവർ വന്നിട്ടാണ് സാധാരണ മറ്റ് ഫീച്ചേഴ്സ് വരിക. ഇഫ് ദ ഫീവർ ഡെവലപ്സ് വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ്. ഓർ ഇഫ് എനി അതർ സിംറ്റംസ് ഡെവലപ്പ് ലൈക്ക് എനി ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ്, എനി റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ്, ചിലപ്പോൾ ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഒന്നും ചിലപ്പോൾ ഏർലി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. സോ ദാറ്റ് ക്യാൻ ബി പിക്ഡ് അപ്പ് ബൈ ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വെൻ ദ പേഷ്യന്റ് ഈസ് ഇൻ ദ ഐസൊലേഷൻ. And suppose if the person is symptomatic, or high risk contact, suppose the patient is symptomatic, then immediate admission in the designated isolation ward with ICU facility is required. Next is a low risk patient. For a low risk patient, suppose if that person is asymptomatic, patient alla low risk contact, if the person is asymptomatic, then home quarantine and follow up for fever by phone. ഇത് ഗൈഡ് ലൈൻ പറയുന്നു, പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെയല്ല. കാരണം നമ്മൾ വി ഷുഡ് നോട്ട് മിസ് എ ഫർദർ കേസ്, അതുകൊണ്ടാണ്. And suppose if the person is symptomatic, then immediate admission in the designated isolation facility is required. And transportation of such cases, അതിന് വേണ്ടി നമ്മുടെ ഗൈഡ് ലൈൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 108 ആംബുലൻസ് ഈസ് റെഡി ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് അതറിയാം, നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 108 ആംബുലൻസ് എന്താക്കെ പറഞ്ഞാൽ നമ്മൾ വി ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്. സോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് 108 ആംബുലൻസ് അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത്. സോ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ നിപ്പ ഇൻഫെക്ഷൻ? Usually when a virus enters into our body, there will be usually an incubation period of 4 to 14 days. 4 മുതൽ 14 ദിവസം വരെ ആകാം. ഈ 14 days can extend up to 21 days. നമ്മൾ നേരത്തെ പ്രസന്റേഷനിൽ കണ്ടു. അതായത് 21 days കഴിഞ്ഞിട്ടും നമുക്ക് 21 days വരെ ലോങ്സ്റ്റ് ഇൻക്യുബേഷൻ പീരീഡിലെ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ 21 days പേഷ്യൻസിനെ ക്വാറന്റൈനിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ നിപ്പ ഇൻഫെക്ഷൻ ഇറ്റ് കുഡ് റേഞ്ച് ഫ്രം either the person may be asymptomatic or it can go to respiratory syndrome like ARDS and finally respiratory failure or fatal encephalitis. Usually patient will be having fever, myalgia, nausea, vomiting. And typically you will get symptoms of a viral syndrome. But the previous experiences showed that upper respiratory symptoms are not that common seen in patients infected with the Nipah virus infection. And usually there will be a rapid progression in 48 to 72 hours. ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മുടെ ഡോക്ടർ സുനിൽ സാറ് പറയുകയുണ്ടായി. നമ്മൾ കുട്ടിക്ക് ഫീവർ വന്നു, നെക്സ്റ്റ് ഡേ തന്നെ കുട്ടി അടുത്തുള്ള ജനറൽ പ്രാക്ടീഷണറെ കാണിച്ചു, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇൻ 2 to 3 days time the patient suddenly worsen. അപ്പൊ നമുക്ക് കിട്ടുന്നത് എപ്പോഴും നിപ്പ വൈറസ് ഇൻഫെക്ഷനിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ ഒരു റാപ്പിഡ് പ്രോഗ്രഷൻ. ഞങ്ങൾ 2018 കണ്ട കേസുകളിലും നമുക്ക് പല കേസുകളും ഇങ്ങനെ ഉണ്ടായിരുന്നു. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. So either there will be central nervous system or respiratory system involvement in form of ARDS and respiratory failure, CNS involvement in the form of encephalitis. The signs of meningeal irritation seen in 1/3 of patients. ഇത് നമ്മൾ മുമ്പ് കണ്ട കേസിലെ കാര്യം വെച്ച് പറഞ്ഞതാണ്. Marked nuchal rigidity and photophobia are uncommon. In nearly 60% of the patients, deterioration in consciousness leading to coma in 5 to 7 days occur. Generalized seizures may be there. Other neurological findings like myoclonus and cerebellar dysfunction may be there.
ഈ നമ്മൾ 2018 വന്ന കേസിൽ ഈ മയോക്ലോണൽ സെറിബ്രൽ ഡിസ്ഫങ്ഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് the second case, not the index case. Second case, who was admitted in a private hospital. So that patient had these features like myoclonus and cerebellar dysfunction. Okay, abnormal movements of the hands were there. I will explain that. I will share my experiences in the coming slides. Okay. So sometimes patient can have tremors, areflexia, brainstem involvement like pinpoint pupil, unreactive pupils, abnormal Dole's eye reflexes like that. Autonomic instability, like in severe cases only there will be autonomic instability, and it indicates a poor prognosis. And patient can have respiratory symptoms like cough, which could be dry cough, rapidly progressive dyspnea, hemoptysis, and patient can have tachypnea, tachycardia, and there is a saturation fault, and diffuse bilateral crackles will be there. All these things are familiar with us, right? നമ്മളിപ്പോൾ എല്ലാവരും കോവിഡ് കേസുകൾ മാനേജ് ചെയ്യുന്നതാണ്. കോവിഡ് കേസുകൾ ഇങ്ങനെ തന്നെയാണ് വരിക. ഫീവർ വിത്ത് റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണുന്ന കേസുകൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. Okay, so it is actually difficult to differentiate between COVID and Nipah if there are no neurological symptoms. So the nervous and the respiratory systems are the most commonly involved systems in Nipah virus infection, and there could be considerable overlap too. Cardiovascular involvement could be there in the form of myocarditis. So patient may present with chest discomfort. Patient can have orthopnea, syncope, or it could be postural syncope. Features of ventricular dysfunction could be there, and in that event, the terminal event could be refractory hypotension with tachycardia. So this might be due to myocarditis or encephalitis involving the brainstem. So these are the clinical features. നമ്മളൊരു പേഷ്യന്റ് വന്നാൽ എങ്ങനെ ആണ് നമ്മുടെ അപ്രോച്ച് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു, നമ്മൾ ചെയ്തു. ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നാൽ നമുക്ക് ഡൗട്ട് വരുന്നത്, നമുക്ക് ഇനി നമ്മൾ എങ്ങനെ, ഹൗ ഡു വി ഇൻവെസ്റ്റിഗേറ്റ് സച്ച് പേഷ്യൻസ്. അപ്പൊ നമുക്കറിയാം CBC will do. So usually in a total count, like any other infection, any other viral infection, usually the total count will be, usually in viral infection, it will be on the lower level, or it could be normal, but in the lower level. But in Nipah infection, what we have found is it could be normal, or it could be leukopenia with related lymphocytosis, or sometimes you can get neutrophilic leukocytosis. Thrombocytopenia could be there. There will be mild elevation in transaminase level, and ECG may show sinus tachycardia and non-specific STD changes, especially when there is myocarditis. And chest X-ray may show bilateral diffuse infiltrates if the respiratory involvement is severe. Trope, it could be positive in patients with myocarditis. And CSF study, ideally in a patient with encephalitis or a patient with altered sensorium with a fever, we will do a CSF. So in CSF, what we expect in viral infection is there will be increase in the amount of the cells, increase in number of cells, right? So total count will be increase in that, and that too lymphocytes will be predominant. And there will be elevated protein. But during 2018, in patients who were admitted in Calicut Medical College, I think 1 or 2 cases only we have done the CSF, and we could find out only elevated protein. And finally, the virus detection, that is through throat or posterior nasal swab, blood, urine, or CSF, and we will do RT-PCR. So what we have done is, we have taken nasal swab, we have taken posterior nasal swab, blood, urine, everything, all the 3 samples we have taken, and we have sent it to virology department, and RT-PCR was done. And if the RT-PCR is positive, then it is a confirmed case. And antibody detection can be done by ELISA if it will be positive in late stages. So what is the treatment? Suppose if a person is presenting to you like this, and you are confirming it as a Nipah, then what treatment is there? So the sad thing is the treatment is only supportive. Okay, hemodynamic stabilization, ventilation, oxygenation, and decrease intracranial tension. Now there are certain antiviral drugs. So these drugs, we are familiar with it since we are treating COVID cases. Remdesivir, that is antiviral drug that we usually give in case of COVID-19 in category C, moderate or severe cases. Favipiravir, again, in COVID cases, we are giving this. Even in Nipah also, we can use this, favipiravir and remdesivir. Ribavirin. So ribavirin was a drug which was used in some patients in 2018. ഇത് അന്ന് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ പല ആൾക്കാരും ഇത് കേട്ടിട്ടുണ്ടാവണം, പ്രത്യേകിച്ച് പേപ്പറുകളിലൂടെയും മറ്റും കേൾക്കാവുന്ന ഒരു ഡ്രഗ് ആയിരുന്നു റിബാവിറിൻ എന്നത്. നമ്മളവിടെ വന്ന പേഷ്യൻസിൽ 10ഓളം പേഷ്യൻസ് നമ്മൾ റിബാവിറിൻ കൊടുത്തിരുന്നു. നമുക്ക് 2 പേഷ്യൻസിന് മാത്രമാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് പറയണോ അതോ പേഷ്യൻസ് സേവ്ഡ് ആയതോ എന്ന് പറയണോ നമുക്ക് ഇപ്പോഴും അറിയില്ല. എനിവേ സേവ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ റിബാവിറിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ദ മോണോക്ലോണൽ ആന്റിബോഡി ഹാസ് ഇറ്റ്സ് ഓൺ റോൾ. മോണോക്ലോണൽ ആന്റിബോഡിയുടെ കാര്യത്തിലും നമുക്ക് വി ആർ ഫെമിലിയർ വിത്ത് ദ ടേം നൗ. Since there is in COVID cases also, we are giving this monoclonal antibody cocktail നമ്മൾ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ monoclonal antibody is also available for the treatment of this Nipah. പക്ഷേ ഇതുവരെ നമ്മളത് കൊടുത്തിട്ടില്ല. നമ്മൾ അന്നത്തെ പേപ്പറുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം, ഓസ്ട്രേലിയയിൽ നിന്നും മരുന്ന് വരുന്നു, വളരെ വില കൂടിയ മരുന്നാണ് തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വായിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഈ മോണോക്ലോണൽ ആന്റിബോഡി എത്തിയ സമയമായപ്പോഴേക്കും നമുക്ക് മറ്റുള്ള കേസുകളൊക്കെ തീർന്നു, ഇല്ലാണ്ടായി. സോ നമുക്കത് ഉപയോഗിക്കേണ്ടി വന്നില്ല. 2019 നമുക്കൊരു 23 years old man from Ernakulam who got positive and who was admitted in a hospital. So by the time this monoclonal antibody arrived, that patient became better. He was in the recovery state. അതുകൊണ്ട് നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡി കൊടുത്തിട്ടില്ല. സോ മോണോക്ലോണൽ ആന്റിബോഡിയുടെ എഫക്ട് എന്താ സത്യത്തിൽ ആർക്കും അറിയില്ല. ഓക്കെ, ഇപ്പം ഞാനിത് ഇതിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ID ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹെഡ്സിനോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആർക്കും സത്യത്തിൽ അറിയില്ല. ബട്ട് ദിസ് ടൈം ഇഫ് എനി പേഷ്യന്റ് ബിക്കംസ് പോസിറ്റീവ്, ഈ മോണോക്ലോണൽ ആന്റിബോഡി കൊടുക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഗൈഡ് ലൈൻ പറയുന്നത്. ഓക്കെ, പക്ഷെ അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ വി കാൻ സേ മച്ച് ഓൺ ദിസ് മോണോക്ലോണൽ ആന്റിബോഡി, ബട്ട് ദർ ഈസ് മോണോക്ലോണൽ ആന്റിബോഡി. ഹെൻഡ്ര നമ്മൾ പറഞ്ഞില്ല, ഇത് ഹെനിപ്പ വൈറസിലാണ്. ഹെൻഡ്ര വൈറസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഈ ഹെൻഡ്ര വൈറസിന് ഇതിനോട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മോണോക്ലോണൽ ആന്റിബോഡി വാസ് എ സക്സസ് ഇൻ ഹെൻഡ്ര വൈറസ്. ഓക്കെ, സോ വി ആർ തിങ്കിങ് ദാറ്റ്, വി ബിലീവ് ദാറ്റ് ഇറ്റ് മേ ബി എ സക്സസ് ഇൻ ഈ നിപ്പ വൈറസ് ഓൾസോ. സോ ദിസ് ഈസ് ദ ട്രീറ്റ്മെന്റ് അൽഗോരിതം വിച്ച് ഹാസ് കം ഇൻ ദ ഗൈഡ് ലൈൻസ് ഓഫ് കേരള. നിങ്ങൾക്ക് ഇതിൽ കാണാം, കണ്ടോ, സി ദിസ് ഇസ് എ സസ്പെക്ട് കേസ്. അപ്പൊ സസ്പെക്ട് കേസ് നമുക്കറിയാം എന്താണ്, ഒരു ഡെഫിനറ്റ് കോൺടാക്ട് ഉണ്ട് വിത്ത് സിംറ്റംസ് ആണ്. സോ ഇൻ ദാറ്റ് കണ്ടീഷൻ വി വിൽ ടെസ്റ്റ് ഫോർ നിപ്പ. ഓക്കെ, ആ നിപ്പ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് 3 സാമ്പിൾ അയക്കാൻ പോകുന്നുണ്ട്, ത്രോട്ട് സ്വാബ്, ബ്ലഡ് ആൻഡ് യൂറിൻ, ആൻഡ് CSF if available we have to take that. And suppose if the test is positive, then it's a confirmed case. So a confirmed case, then what is the next treatment? The next treatment is intensive support care. Definitely we have to do that. അപ്പോൾ ആ ഒരു ചാർട്ട് ഇതുണ്ട്, ഇവിടെ കാണിക്കാം. ഇന്റൻസീവ് സപ്പോർട്ട് കെയർ, ജനറൽ മെഷേഴ്സ് ആർ ദർ, ട്രീറ്റ്മെന്റ് ഓഫ് എൻകഫലൈറ്റിസ് ഇസ് ദർ, ട്രീറ്റ്മെന്റ് ഓഫ് ARDS is there, treatment of myocarditis is there. Definitely these we have to do. And along with that, regarding Nipah, antiviral എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കും, അതാണ് ചോദ്യം. We can consider monoclonal antibody, remdesivir, favipiravir, ribavirin. All these drugs we can consider. Okay, so but we have to discuss the thing with the patient, especially if we are giving monoclonal antibody. So അതൊരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ മാത്രം കൊടുക്കുന്ന ഡ്രഗാണ് മോണോക്ലോണൽ ആന്റിബോഡി. നമ്മൾ സാധാരണഗതിയിൽ ഈ പേഷ്യന്റ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ട് കൊടുക്കുന്നുള്ളത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം വി ഹാവ് നോട്ട് ഗിവൺ ഇറ്റ് സോ ഫാർ. ഇപ്പോൾ അത് ഉടനെ അവൈലബിൾ ആകും എന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമുക്കുള്ളത്. ഇനി അതിന്റെ ഡോസ് 20 mg/kg ഇൻഫ്യൂഷൻ കൊടുക്കുക. ഇൻ 2 doses we are giving that. Okay, and after this monoclonal antibody കൊടുത്തതിന് ശേഷം it should be followed by either antiviral drug like either remdesivir or favipiravir or ribavirin. Okay, remdesivir നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഡോസ് 200 mg IV on day 1 followed by 100 mg from day 2 to day 5 എന്ന് പറയുന്നത് കോവിഡ് കേസിൽ. ഇവർ പറയുന്നത് from up to 12 days we can give, or we can give favipiravir. We have given favipiravir for many patients with COVID. അവിടെ നമ്മുടെ ഡോസ് ഇതുപോലെ തന്നെ കൊടുക്കുക, 1800 mg twice a day for 1 day followed by 800 mg BD for, in case of COVID we are giving it for 7 to 10 days, whereas in case of Nipah we are giving it for next 13 days. Okay, or we are giving ribavirin. This ribavirin we have given for Nipah cases before. The usual dose is 2 grams start. സാധാരണ ഇത് 200 mg capsule ആയിട്ട് കിട്ടുക. So 2 grams start എന്ന് പറയുമ്പോൾ 10 capsule ഒരുമിച്ച് കൊടുക്കും. Then 1 gram 6 hourly for 1 to 4 days. Then 500 mg 6 hourly for 5 to 10 days. So this is the treatment for a Nipah positive patient. Okay, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ജനറൽ മെഷേഴ്സ് പറഞ്ഞു, Nipah പോസിറ്റീവ് പറഞ്ഞു. See in this chart you can see that there is a post exposure prophylaxis. അതായത് നിപ്പയുമായിട്ട് ഒരു കേസുമായിട്ട് കോണ്ടാക്ട് വന്ന ആളുകൾക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ either injection remdesivir or favipiravir we give. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം, ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഇപ്പോൾ ഇപ്പൊ നമുക്കറിയാലോ, ഈ 12 years old ആയിട്ടുള്ള പയ്യൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ കോളേജിൽ, നമ്മുടെ കാഷ്വാലിറ്റി റെഡ് ഏരിയയിൽ ഉണ്ടായിരുന്നത്. സോ മെനി PGs were there, many healthcare workers were there. But I just before starting the class I just had a discussion with the head of department of ID of Calicut Medical College and just asked madam whether we are giving this thing for the contacts. So madam gave me the answer that yes, we are giving favipiravir 1800 mg BD. I mean BD for day 1 and followed by the 800 mg BD dose. So we are giving it for the healthcare workers. എന്നാണ് മാഡം പറഞ്ഞത്. കോൺടാക്ട് ഹെൽത്ത് വർക്കേഴ്സ് മാത്രമല്ല, ആരൊക്കെ അവിടെ കോൺടാക്ട് ആയിട്ട് വന്നിട്ടുണ്ടോ അവർക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് നമ്മൾ favipiravir കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ഓക്കെ, now the guidelines for the discharge of the patients. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ സംശയമൊന്നും വയ്ക്കാനില്ല. സപ്പോസ് ഒരു പേഷ്യന്റ് ഒരു കേസ് വന്നു, പേഷ്യന്റ് നമ്മൾ ഐസൊലേഷനിൽ വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾ RT-PCR ചെയ്തു. RT-PCR പോസിറ്റീവ് ആണെങ്കിൽ we will treat that patient. അപ്പോൾ ആസ് പെർ ദ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ we will treat that patient. ഇവ നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ മോണോക്ലോണൽ ആന്റിബോഡി നമ്മൾ കൊടുത്തു, അതിനുശേഷം either antiviral, either remdesivir or favipiravir or ribavirin we will give. അതിന്റെ ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നവരെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓൾവേസ് ക്ലിനിക്കലി. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. Always whether the patient is clinically stable or not. That is the first point. And the second thing is we have to do an RT-PCR test from all the samples, and we have to repeat that RT-PCR after 5 days. എങ്ങനെയാവുമ്പോൾ
First, we patient treated RT-PCR ചെയ്തു. Suppose everything is negative, then we have to wait for another 5 days, and we have to repeat RT-PCR for all the 3 samples. And if everything is negative, then it is a time to discharge the patient. Okay. And suppose ഒരു patient നമ്മൾ ഇതുപോലെ ഒരു symptom ഉള്ള patient isolation ward വെച്ചു, RT-PCR suppose negative ആയിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ you have to observe the patient for another 3 days. And after the 3 days, if the patient is asymptomatic, then we can discharge the patient and observe the patient for 21 days. Suppose after 3 days, if the patient is symptomatic, then you have to do repeat RT-PCR. കാരണം ആദ്യം ചെയ്തപ്പോൾ തന്നെ നെഗറ്റീവ് ആണ്. നിങ്ങൾ 3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പേഷ്യന്റ് സിംപ്റ്റമാറ്റിക് ആയിട്ടാണ് നിൽക്കുകയാണെങ്കിൽ you have to repeat it. അങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ സപ്പോസ് നെഗറ്റീവ് ആണെങ്കിൽ then like this, ഈ ഒരു ആം പോലെ നമുക്ക് ഇതിൽ പോകാം. പക്ഷെ വീണ്ടും അത് പോസിറ്റീവ് ആണെങ്കിൽ സിംറ്റംസ് നമുക്ക് അല്ല നെഗറ്റീവ് ആണ്, പക്ഷെ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ you have to investigate for other diagnosis. Okay, so this is regarding the discharge of the patients. So the most important thing is, Jithesh sir last വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് പ്രിവെൻഷൻ. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? We have to prevent it. And as healthcare workers, as the doctors, what we can do is early detection, early picking up of the case. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? കേസിന്റെ ക്ലിനിക്കൽ പ്രസന്റേഷൻ എങ്ങനെയാണ്, പേഷ്യന്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. So for prevention, washing and peeling of fruits before consumption, avoiding eating fruits with evidence of bad contamination, avoid contact with infected pigs, gloves and protective clothing should be used while slaughtering animals. Avoid unprotected contact with the infected people. Hand wash should be frequent, and PPE should be used while taking care of patients and handling dead bodies. So this was the so what I have already discussed is the clinical picture. What are the symptoms? What are the signs? How do we approach such a case? What are the things we should investigate? And what are the treatment? What are the different options? And how do we go like that? Now I am sharing my experience with Nipah in 2018. So I'm repeating, I am just one among the PGs who were there in Calicut Medical College, and I had that opportunity to see the patients, and I could treat the patients. Okay, so NIV infection outbreak in Kozhikode 2018. So 19 patients were admitted. So these things, the coming slides, I have taken the details from an article which was published in Medicine Update 2019, and it was published by our sirs, okay, at Calicut Medical College and our seniors. Okay. So 19 patients were admitted at Calicut Medical College, and including private medical college, 19 patients. It was in May 2018, most from Northern Kozhikode and a few from Malappuram. An average age was 36 to 37 years. 9 patients had contact with index case, 3 had nosocomial contact, and source of index case is presumed to be infected fruit bat. ഇനി ഇതിന്റെ ഒരു സംഭവ കഥയാണ് ഞാൻ ജസ്റ്റ് ഏറ്റവും കുറഞ്ഞ വാക്കിലാണ് പറയുന്നത്. It was our final year. So we have started our final year. So it was actually my roommate, Dr. Ramesh, who was there in duty in casualty. So a patient named, I think the name was Sabit. I don't know exactly the name. Anyway, a young patient came to the casualty. Avരുടെ complaints എന്ന് പറയുന്നത് fever, altered mental status. That was the presentation. Okay, fever for 2 days, and there was altered mental status. So if such a patient come to your casualty, then what will we think? Or fever with altered mental status, definitely chindikya, it is the infection in the brain. Right? And that patient had seizures too. But fever within 2 days, patient had a seizure. So seizure definitely chindikya, brain the cortical areas are involved. So definitely he has made a provisional diagnosis of meningoencephalitis. The reason we do not know. It could be bacterial, or it could be viral, or it could be some other parasitic. Anything can happen. So what he has done, at that time the patient's saturation was normal. So patient was sent for a CT brain, and the patient was accompanied by the house surgeon. Not house surgeon, but it was accompanied by other healthcare workers, and patient went to the CT room. So by that time, what happened was patient had multiple episodes of vomiting, and the CT could not be taken initially, and patient was taken back to the casualty again. So again, the patient was stabilized with IV fluid, and there was no saturation flow at that time, and a CT was taken for immediately taking the CSF study. So CT was actually suggested, and CT was the patient was sent for again CT scan, and the patient could not complete the CT because the patient was having seizures. So all measures were done. Patient was immediately intubated by my another co-PG, Dr. Anju. Both of these persons are there in the healthcare department, our health service in different districts. So the thing was, അന്നത്തെ കാലത്ത് നമ്മൾ പേഷ്യൻസിനെ ഡീൽ ചെയ്യുമ്പോൾ we usually wear a mask. That is a 3-layer mask or a 2-layer mask, not a N95 mask. So these persons were actually really exposed to these patients. This patient had bilateral crux at that time, but
we didn't hear about Nipah in our locality. Of course, we have read about Nipah in textbooks, but in our locality in Kerala, there was no reported case of Nipah during that time. So bilateral CRUPS means the patient had a vomiting. So definitely some aspiration could be there. So that could be the reason for the bilateral CRUPS. So that was the initial thought. And sadly, the patient expired. We thought we can't intervene much. But definitely the patient was intubated, all supportive measures were given, antiviral were actually started, antibiotic was started, but we couldn't take the specimen, we couldn't take the CSF, or we couldn't take the blood or other samples. So after this, what happened was, okay, so that was actually, that happened. And after that, what happened was, idhe family idheyathinte sahodharan became symptomatic like this. So അവര് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, അവർ ആദ്യം കോഴിക്കോട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. അന്ന് നമുക്കറിയാം മെഡിക്കൽ കോളേജ് ഇസ് ഓൾവേസ് ഫുള്ളി ബിസി വിത്ത് പേഷ്യൻസ്, ഭയങ്കര തിരക്കാണ്, അതിനിടയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവര് അത്തവണ വിചാരിച്ചു ഞങ്ങൾക്ക് അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു. അങ്ങനെ they went to private hospital. So the thing was, patient had fever, altered sensorium and shortness of breath. ഈ പറഞ്ഞ ഈ ഫസ്റ്റ് മരിച്ച ആളുടെ ബ്രദറിനാണ്. It was sort of similar symptoms and there was a history of death of his brother. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഡെത്ത് ആയതിന്റെ ഒരു ഹിസ്റ്ററിയും കൂടി കിട്ടി. So they thought something else. കാരണം ഇങ്ങനൊരു പ്രസന്റേഷൻ ആണ്, പേഷ്യന്റ് അവിടെ വെച്ച് പേഷ്യന്റ് അവിടെ ഡെത്തായി. പക്ഷെ ഒരു വീട്ടിലുള്ള 2 സഹോദരന്മാരാണ്, 2 യങ് ആയ ആൾക്കാരാണ്. അവർക്ക് മുമ്പ് ഒരു ഹിസ്റ്ററി ഓഫ് സീജേഴ്സ് ഇല്ല, ഒരു ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ഇല്ല, ഫീവർ വന്നു, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് വന്നു, റെസ്പിറേറ്ററി ഇൻവോൾവ്മെന്റ് വന്നു. സോ ദിസ് കുഡ് ബി സം ഡെഡ്ലി വൈറസ്. കാരണം ദർ ആർ കേസ് റിപ്പോർട്ട്സ് ഓഫ് നിപ്പ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വൈറൽ സാമ്പിൾ വാസ് സെൻഡ് ഇനീഷ്യലി ടു ആലപ്പുഴ ആൻഡ് സസ്പീഷൻ വാസ് ദർ. അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് ആക്ച്വലി പോസിറ്റീവ് വന്നു, പക്ഷേ അതൊന്ന് അനൗൺസ് ചെയ്യില്ലായിരുന്നു. And it was sent to Pune, and from there the announcement came. It was Nipah, the deadly virus. Okay, so this was the story. That is a background story. I have a personal experience share. The doctor was my roommate during my PG days. Okay, so they had an unprotected. They had an exposure. Okay, so so this happened. Nipah positive. Then later date, one of my classmates who was working in Peramra Hospital, Dr. Srija, even now she is there in health service department. She called me while I was taking duty in Calicut Medical College. So she called me, she asked me, Sandeep, നമ്മുടെ ഒരു സിസ്റ്റർ അവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആദ്യം മരിച്ച പേഷ്യന്റിനെ ഇവിടെ പേരാമ്പ്ര ഹോസ്പിറ്റലാണ് വന്ന് അഡ്മിറ്റ് ആയത്. അപ്പൊ അയാൾ അന്ന് ഭയങ്കര ഛർദ്ദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ ആയിരുന്നു. ലിനി എന്നാണ് സിസ്റ്ററിന്റെ പേര്. ഒന്ന് അവരുടെ കാര്യം ഒന്ന് വിളിച്ചിട്ടൊന്ന് പറയാം. എല്ലാവരും ആക്ച്വലി ടെൻഷൻ ആയിക്കാറ്, നിപ്പായുടെ ആയിട്ട് കോൺടാക്ട് ഉള്ളതുകൊണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. സോ ദിസ് വാസ് ദ സെക്കൻഡ് ഡേ. ക്ലിയർലി റിമെമ്പർ ദാറ്റ് ഡേ. അപ്പം നമുക്കന്ന് കാഷ്വലി റെഡ് ഏരിയയിലേക്ക് നമുക്ക് പ്രവേശനമില്ല, അതായത് ഡ്യൂട്ടിയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. സോ ഐ കോൾഡ് മൈ ഫ്രണ്ട് ദർ ഹു വാസ് പോസ്റ്റഡ് ദർ ഇൻ റെഡ് ഏരിയ. സോ ഐ ആസ്ക്ഡ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഹിയർ. സോ ദ പ്രസന്റേഷൻ വാസ് ഫീവർ ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. So she had that shortness of breath and we were giving all, she was conscious and oriented and she was asking there, so whether what could be my situation, what could be my prognosis. So there is a very sad condition, but what we have done is all supportive measures were given and she was immediately transferred from there to Chest Hospital ICU and all supportive measures we have given, but unfortunately she succumbed to the illness. That is the second memory that I have. And the third thing, ഇതുപോലെ നമുക്കപ്പോൾ അവിടുത്തെ ഒരു കോവിഡ് സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ നമ്മുടെ കോളേജിൽ നമുക്കുണ്ടാവുക ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് 100 പേഷ്യൻസ് വിൽ ബി ദർ. ഒരു അഡ്മിഷൻ ഡേ ആണ്. വൺ അഡ്മിഷൻ മീൻസ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി മോർ ദാൻ 100. ആ 100 മാറിയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ അഡ്മിഷൻ എന്ന് വെച്ചാൽ നമുക്ക് അവസാനം 6 to 10 മാത്രം എത്തുന്ന ഒരു ലെവലിലേക്ക് എത്തി. സച്ച് എ ടെറിഫിക് സിറ്റുവേഷൻ വാസ് ഹിയർ. പേഷ്യൻസ് നിങ്ങൾ 100-150 പേഷ്യൻസ് വരുന്ന സ്ഥലത്ത് വെറും 6-10 പേഷ്യൻസ് മാത്രം വാർഡിൽ അഡ്മിറ്റ് ആവുന്ന ഒരു അവസ്ഥ. സോ ഡ്യൂറിംഗ് ദാറ്റ് ടൈം വി ഹാഡ് കോവിഡ് ഡ്യൂട്ടീസ് ഓൾസോ. സോ ഇൻ വൺ ഓഫ് ദ ഡ്യൂട്ടീസ് കോവിഡ് പേഷ്യൻസ്, ഇതുപോലെ കോൺടാക്ട് വന്ന പേഷ്യൻസിനെ നമ്മൾ വാർഡിൽ പലപ്പോഴും അഡ്മിറ്റ് ആക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോവിഡ് അഡ്മിഷന്റെ സമയത്ത് നമ്മൾ സാധാരണ എനിക്ക് അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു 8 to 10 പേഷ്യൻസ് വേർദർ, ബട്ട് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 3 hours ടു കംപ്ലീറ്റ് സീയിങ് ദാറ്റ് പേഷ്യൻസ്. നമ്മൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ഓരോ പേഷ്യന്റും കാണുമ്പോൾ നമ്മൾ സ്റ്റെത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റെത്ത് മുഴുവൻ തുടയ്ക്കും, ബി പി അപ്പാരറ്റസ് തുടയ്ക്കും, ഫുൾ തുടച്ചിട്ടേ അടുത്തേക്ക് പോകുള്ളൂ. കാരണം വി ഡു നോട്ട് നോ വെദർ എനി പേഴ്സൺ ഈസ് ഇൻഫെക്റ്റഡ്, ദ അതർ പേഴ്സൺ ഈസ് സപ്പോസ് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഇൻഫെക്റ്റഡ്, ഇൻഫെക്ഷൻ കുഡ് ഗെറ്റ് ഫ്രം ദിസ് പേഷ്യന്റ് ടു ദാറ്റ് പേഷ്യന്റ്. അങ്ങനെ ഇരിക്കുന്ന ഒരു പേഷ്യന്റിലാണ് ഒരു യങ് പേഷ്യന്റ് ഞാൻ കണ്ടായത്, ഒരു 31 years old, ഐ തിങ്ക് 30 or 28 years old person. സോ ദിസ് പേഴ്സൺ he had a contact with the first person. അതായത് പേരാമ്പ്ര ഹോസ്പിറ്റലിൽ വെച്ച് ഛർദ്ദിച്ച സമയത്ത് ഓപ്പോസിറ്റ് ബെഡിൽ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് പേഷ്യന്റ് ആയിരുന്നു അത്. അപ്പൊ അയാൾക്കപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ഫീവർ ഉണ്ട്, ഒരു ലൂസ് സ്റ്റൂൾ ഉണ്ട്, ഓക്കെ ദാറ്റ്സ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. സോ വി തോട്ട് ദാറ്റ് ഓക്കെ ദർ വോണ്ട് ബി മച്ച് പ്രോബ്ലം. അദ്ദേഹത്തിന്റെ നമ്മൾ RT-PCR നമ്മൾ വിട്ടു, ദാറ്റ് കെയിം ടു ബി നെഗറ്റീവ്. സോ RT-PCR നെഗറ്റീവ് ആയിട്ട് വന്നു. That patient was transferred from there to the common ward. കാരണം RT-PCR നെഗറ്റീവ് ആയല്ലോ.
ആൻഡ് ഈവൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മാറ്റിയത്. സോ ഇൻ ദ വാർഡ് when the rounds was taken, our sir has got a doubt that whether the patient is having ptosis or not. ചെറിയൊരു unilateral ptosis ആ patient ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. Again there was a clinical suspicion. And കാരണം ഫീവർ വന്നു, അയാൾക്ക് ഡയറിയ ഉണ്ടായിരുന്നു, അയാൾക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരുന്നില്ല, ഓൾട്ടേർഡ് സെൻസോറിയം ഇല്ല, ബട്ട് പേഷ്യന്റ് ഹാഡ് എ ടോസിസ്. വൈ ദർ ഇസ് എ ടോസിസ്? ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ് ആണോ എന്ന് ചിന്തിച്ചു. റിപ്പീറ്റ് സാമ്പിൾ വാസ് സെൻഡ് and it came out to be positive. And by that time patient developed shortness of breath and patient had a saturation fall. So the patient was immediately shifted from that ward to an ICU, ID ICU. And unfortunately, I was the person again there in that ICU. So I saw that patient initially in the ward. So the patient was comfortable, patient was okay. So we thought, okay, this patient won't have this thing. It could be something else, or it could be some endemic fever, like that we thought. But, and especially RT-PCR came to be negative. But after shifting there, patient had a neurological development. And so that was actually quite unnatural. Like unnatural നമുക്ക് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു അപൂർവമാണ്. കാരണം നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ന്യൂറോളജിക്കൽ സിംറ്റംസ്, റെസ്പിറേറ്ററി സിംറ്റംസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വരും. So this patient, that is a rare case, അത് കുറച്ച് സ്ലോ ആയിട്ട് വന്നു. By that time, I again saw that patient. The patient was having shortness of breath. There was a saturation fall. Patient was put on oxygen, and patient's father and mother were there. So the plight was, I was thinking, oh, the next is the father and the mother. So that was the thought that I had. So I examined him. Saturation നമ്മൾ നോക്കുന്നു, BP നോക്കുന്നു, pulse നോക്കുന്നു. പാരന്റ്സിനോട് ഒന്നും എന്ത് പറയാമെന്ന് അറിയില്ല. പക്ഷേ we are giving all supportive treatment in that ICU. And lately, that patient also succumbed to illness. But fortunately for his parents became negative. അപ്പോൾ നമ്മൾ അന്ന് കണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഇൻഡെക്സ് കേസുമായിട്ട് കോണ്ടാക്ട് വന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരിലാണ് മോർട്ടാലിറ്റി പലപ്പോഴും നമ്മൾ കണ്ടത്. അതേസമയം പ്രൈമറി ഇൻഫെക്ഷൻ കിട്ടിയിട്ട് അവിടെ നിന്ന് ബാക്കി വന്ന ഇൻഫെക്ഷനുള്ള ആൾക്കാരിൽ നമ്മൾ കുറച്ചും കൂടി സിവിയറിറ്റി കുറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു അവരുടെ പാരന്റ്സ്. കാരണം അദ്ദേഹത്തിന്റെ ഫാദറും മദറിനും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ, so these three experiences I am sharing. ഇനിയുണ്ട്, ഞാൻ അതിലേക്ക് സമയക്കുറവുള്ളതുകൊണ്ട് കടക്കുന്നില്ല. So 10 had fever with neurological symptom, 2 had fever with respiratory symptom, 1 patient had only flu-like symptoms. So the range of duration of fever was 2 to 7 days. 12 patients had tachycardia and tachypnea, and autonomic dysfunction occurred in 2 patients. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ വന്നു, the prognosis is pretty poor. നമുക്കറിയാം അല്ലാതെ തന്നെ പ്രോഗ്നോസിസ് poor ആണ്. പക്ഷേ if there is autonomic dysfunction, almost that is the worst prognosis. So the pattern of complication that we have witnessed in our college was, most commonly it was encephalitis and ARDS. രണ്ടും ഉണ്ടായിരുന്നു. nervous system അതുപോലെ തന്നെ respiratory. Then it was encephalitis, ARDS and myocarditis. മൂന്ന്. Then it was ARDS and myocarditis. Then ARDS only. Then flu-like syndrome. അതായത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ അന്ന് അഡ്മിറ്റ് ആയിട്ടുള്ള 13 പേഷ്യൻസിന്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. ടോട്ടലി നമുക്കറിയാം 19 പേഷ്യൻസ് were there. അല്ലേ? ശരി. So all these things, why I have told is, the most important thing for us is, നമ്മൾ പറയുന്നു prevention, of course. And the second thing is why there is awareness is important, because early picking up of the case is very important. കാരണം ഒരു കേസ് നമ്മൾ അതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, if we can isolate that person, then further spread can be stopped. So a separate fever triage, isolation ward and isolation ward and fever ICU were there during that time. So that thing we also should follow. കാരണം ഇനി നമുക്ക് അങ്ങോട്ട് വരുന്ന ഫീവർ കേസിൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ, especially when the patient comes from that particular locality. And use of PPE by all that we have done that time. So now we are all doing that, so that's fine. And specimens for investigations, all precautions should be taken. Okay. So only 2 patients were survived, and the case fatality rate was on 88.8%. Okay. So the early diagnosis with the virus detection study, a stringent measures to be taken to prevent infection spread. So that is the key point here. We have to take all precautions. Prevention is very, very important. And as we doctors are concerned, early picking up of the case is important. For that, we should know the clinical pattern of the patient, the clinical features, and you should have a high index of suspicion for picking up such patients. So together, this is we can actually overcome this situation. So there is a saying, always there is a saying, I like this saying very much. When the going gets tough, the tough gets going. So we know that we are all doing our job very wonderfully, but this is another enemy. So we have to tackle this enemy. So there is no scope for fear, but we should go forward, and the tough should get going. Thank you so much. Thank you, Sandeep, for this excellent presentation.